ഹലോ മക്കളെ, വെൽക്കം ടു ഫീനിക്സ് ലേണിംഗ്. ഞാൻ സ്വാതി ടീച്ചറാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ ആലോഹങ്ങൾ എന്ന ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള 4 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് നൈട്രജൻ ആണ് കേട്ടോ. അപ്പോൾ നൈട്രജനെ പറ്റിയിട്ട് ബാക്കി അലോഹങ്ങളെ പറ്റിയിട്ട് ഇതിന് മുന്നത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നൈട്രജന്റെ ടോപ്പിക് ആണ് കേട്ടോ. അപ്പൊ നൈട്രജന്റെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് പറയാം. ഒന്നാമത്തെ പ്രത്യേകതയാണ് മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ഒരു വാതകമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടിയ അളവിലുള്ള ഗ്യാസ് ഏതാണ്? നൈട്രജൻ ആണ്. ഇനി പ്രസന്റ് ഇൻ ഓൾ ലിവിങ് ബീങ്സ്, അതായത് ജീവനുള്ള വസ്തുക്കളിലൊക്കെ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ജീവനുള്ള വസ്തുക്കൾ എന്തൊക്കെയാ നമുക്ക് അറിയാം അല്ലെ? ഇതിലൊക്കെ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. തേർഡ് പോയിന്റ്, എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്, അതായത് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ് നൈട്രജൻ. സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് കേട്ടോ. അപ്പൊ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് വളരണമെങ്കിൽ നൈട്രജൻ വേണം. പിന്നെ നാലാമതായി ഇനേർട്ട് ഇൻ ദ അറ്റ്മോസ്ഫിയർ, നമ്മുടെ നമ്മുടെ അന്തരീക്ഷ വായുവില്, നമ്മുടെ അന്തരീക്ഷത്തില് ഇനേർട്ട് ആയിട്ടാണ് കിടക്കുന്നത്. ഇനേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനേർട്ട് എന്ന് പറഞ്ഞാൽ നിഷ്ക്രിയമാണ്. അതായത് പെട്ടെന്ന് ഒരു കെമിക്കൽ റിയാക്ഷനിലൊന്നും നൈട്രജൻ പങ്കെടുക്കില്ല. ഇനേർട്ട് ആയിട്ടാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ, നിഷ്ക്രിയമായിട്ടാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ നിൽക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് നൈട്രജൻ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് N2 ആയിട്ടാണ്, ഒരു നൈട്രജൻ മോളിക്യൂൾ ആയിട്ടാണ്. അതായത് ഒരു നൈട്രജൻ മോളിക്യൂളിൽ 2 നൈട്രജൻ ആറ്റങ്ങൾ ഉണ്ട്. ഈ 2 നൈട്രജൻ ആറ്റങ്ങളും ബന്ധിച്ചിരിക്കുന്നത് ഒരു ത്രിബന്ധനം മൂലമാണ്. ത്രിബന്ധനം എന്ന് വെച്ചാൽ ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ഈ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ്. അപ്പോൾ നമുക്കറിയാം, ഏതൊരു കെമിക്കൽ റിയാക്ഷനിൽ ഒരു മൂലകം പങ്കെടുക്കണം, മൂലകമോ അല്ലെങ്കിൽ ഒരു സംയുക്തമോ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അവ തമ്മിലുള്ള ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് അവിടെ പങ്കെടുക്കുന്നത് അല്ലെ? അവിടെ ബോണ്ട് ബ്രേക്കിങ്ങും ബോണ്ട് ഫോർമേഷനും ഒക്കെ നടക്കുന്നുണ്ട്. ബന്ധനങ്ങള് രാസബന്ധനങ്ങള് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വിഘടിച്ചിട്ടൊക്കെയാണ് അവിടെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത്, അത് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. വളരെ ഹൈ എമൗണ്ട് ഓഫ് എനർജി അതിന് വേണം. അതുകൊണ്ട് തന്നെ നമ്മുടെ നൈട്രജൻ അറ്റ്മോസ്ഫിയറിൽ രാസപ്രവർത്തനത്തിലൊന്നും പങ്കെടുക്കാണ്ട് വളരെ നിഷ്ക്രിയമായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ഇനേർട്ടാണ്. മനസ്സിലായല്ലോ? അപ്പൊ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ നിഷ്ക്രിയമാവാനുള്ള കാരണം എന്താണെന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സസ്യങ്ങൾക്ക്, നമ്മുടെ പ്ലാന്റ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ് നൈട്രജൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? പ്ലാന്റ്സിന്റെ നല്ല ഗ്രോത്തിന്. അപ്പോൾ പ്ലാന്റ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ അന്തരീക്ഷത്തിൽ കുറേ നൈട്രജൻ ഉണ്ട് അല്ലെ? ഏറ്റവും കൂടുതലുള്ള ഒരു വാതകമാണ് നൈട്രജൻ. പക്ഷേ ഈ സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ അവയ്ക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് വലിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു എബിലിറ്റി നമ്മുടെ പ്ലാന്റ്സിന് ഇല്ല. അപ്പോൾ പ്ലാന്റ്സ് എങ്ങനെയാണ് അത് ലഭ്യമാക്കുന്നത്? അന്തരീക്ഷത്തിലെ നൈട്രജൻ വലിച്ചെടുക്കുന്നത് 2 രീതിയിലാണ്. പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നത് 2 രീതിയിലാണ്. ഒന്നാമതായി ഇടിമിന്നലിലൂടെ. അപ്പൊ ഇടിമിന്നൽ ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? നമ്മുടെ നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് ആയിട്ടാണ് അവിടെ കിടക്കുന്നത്, നമ്മുടെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് അല്ലെ? N2 ആയിട്ട്, അതായത് ട്രിപ്പിൾ ബോണ്ട് ആണ്. നമ്മൾ പറഞ്ഞു, ഈ ഒരു ട്രിപ്പിൾ ബോണ്ട് വളരെ സ്ട്രോങ് ആണ്. അത് ബ്രേക്ക് ചെയ്യണമെന്നെങ്കിൽ വളരെ ഹൈ എമൗണ്ട് ഓഫ് എനർജി അവിടെ കൊടുക്കണം, എന്നാലേ അത് ബ്രേക്ക് ചെയ്യുള്ളൂ. അത് എവിടുന്ന് കിട്ടും ആ എനർജി? ഇടിമിന്നലിലൂടെ കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ ഇടിമിന്നുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ നൈട്രജൻ ആറ്റങ്ങൾ തമ്മിലുള്ള ആ ത്രിബന്ധനം അവിടെ വിച്ഛേദിക്കപ്പെടുന്നു. വിച്ഛേദിക്കപ്പെട്ടിട്ട് അപ്പൊ എന്ത് സംഭവിക്കും? നൈട്രജൻ അവിടെ ഫ്രീ ആയി അല്ലേ? അപ്പൊ നൈട്രജൻ N2 ആയിട്ട് നിന്നിരുന്ന നൈട്രജൻ അവിടെ ഈ ട്രിപ്പിൾ ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്യുമ്പോൾ നൈട്രജൻ ഫ്രീ ആവും. അപ്പൊ നൈട്രജൻ എന്തുമായിട്ട് അവിടെ കമ്പൈൻ ചെയ്യും? ഓക്സിജൻ, അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടല്ലോ, ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവും.
അപ്പൊ രണ്ട് മോളിക്യൂൾ ഓരോ മോളിക്യൂൾ നൈട്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് അവിടെ ടു മോളിക്യൂൾസ് ഓഫ് നൈട്രിക് ഓക്സൈഡ് അവിടെ ഉണ്ടാകുന്നു. അപ്പൊ ഈ നൈട്രിക് ഓക്സൈഡിനെ ആണോ ചെടികൾ വലിച്ചെടുക്കുന്നത്? ചെടികൾക്ക് നൈട്രജൻ വേണമല്ലേ? നൈട്രിക് ഓക്സൈഡിനെ അല്ല വലിച്ചെടുക്കുന്നത്. ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. ഇങ്ങനെ ഉണ്ടാവുന്ന നൈട്രിക് ഓക്സൈഡ് ഉണ്ടല്ലോ, അതായത് NO, ഈ നൈട്രിക് ഓക്സൈഡ് വീണ്ടും കൂടുതൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും. നൈട്രിക് ഓക്സൈഡ് കൂടുതൽ ഓക്സിജൻ, വീണ്ടും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ അവിടെ ഉണ്ട് അല്ലെ? അപ്പൊ വീണ്ടും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാവും. ഓക്കെ, അപ്പം രണ്ട് മോളിക്യൂൾ നൈട്രിക് ഓക്സൈഡും ഒരു മോളിക്യൂൾ ഓഫ് ഓക്സിജനും ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? ടു മോളിക്യൂൾസ് ഓഫ് നൈട്രജൻ ഡയോക്സൈഡ്. ഇത് നൈട്രിക് ഓക്സൈഡ് കേട്ടോ. നൈട്രിക് ഓക്സൈഡ് ആണ് NO എന്ന് പറയുന്നത്. ഇത് NO2 എന്ന് പറയുന്നത്, രണ്ട് ഓക്സിജൻ ഉണ്ട് അല്ലെ? അപ്പം നൈട്രജൻ ഡയോക്സൈഡ്, അതായത് രണ്ട് ഓക്സിജൻ ഉണ്ട്. അങ്ങനെ പേര് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. ലിങ്ക് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ നൈട്രിക് ഓക്സൈഡ് വീണ്ടും കൂടുതൽ ഓക്സിജൻ മോളിക്യൂൾസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ ഇടിമിന്നുമ്പോൾ ഇതുപോലെ നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാവുന്നുണ്ട് അല്ലെ? ഇനി ഇടിമിന്നുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇത് ഉണ്ടാവുന്നുണ്ട്. ഇത് മണ്ണിലേക്ക് എത്തണമല്ലോ. എങ്ങനെ എത്തും? കൂടുതൽ നൈട്രജൻ ഡയോക്സൈഡ്, അതായത് 4 മോളിക്യൂൾസ്, അത് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുന്നതാ കേട്ടോ. അപ്പൊ നൈട്രജൻ ഡയോക്സൈഡ് വീണ്ടും ഓക്സിജനുമായിട്ട്, ഓക്സിജന്റെ പ്രസൻസിൽ നമ്മുടെ മഴവെള്ളത്തിൽ അലിഞ്ഞു ചേരും. മഴവെള്ളത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ നമുക്ക് HNO3 കിട്ടുന്നു. നമുക്കല്ല, മഴവെള്ളത്തിൽ, അത് മണ്ണിൽ എന്തുണ്ടാവുന്നു? നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നൈട്രജൻ ഡയോക്സൈഡ്, നമ്മുടെ അന്തരീക്ഷത്തിൽ ഈ നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ട്. ഈ നൈട്രജൻ ഡയോക്സൈഡ് എന്ത് ചെയ്യും? മഴ പെയ്യുമ്പോൾ മഴവെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നു. അതാണ് H2O. മഴ പെയ്യുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലെ നൈട്രജൻ ഡയോക്സൈഡ് മഴവെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നു. ആരുടെ സാന്നിധ്യത്തില്? ഓക്സിജന്റെ സാന്നിധ്യത്തില്. എന്നിട്ട് മണ്ണിൽ ആരായിട്ട് മാറുന്നു? മണ്ണിലെത്തുമ്പോഴേക്കും അത് നൈട്രിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട് അല്ലെ? നൈട്രിക് ആസിഡ് ആയിട്ട് മണ്ണിലെത്തുന്നു. ഈ നൈട്രിക് ആസിഡ് മണ്ണിലെ ധാതുക്കൾ, മണ്ണിൽ കുറെ മിനറൽസ് ഉണ്ട്, നമ്മുടെ മണ്ണിൽ കുറെ മിനറൽസ് ഉണ്ട്, ആ ധാതുക്കളായിട്ട് പ്രവർത്തിച്ചിട്ട് നൈട്രേറ്റ് സോൾട്സ് ഉണ്ടാവുന്നു. നൈട്രേറ്റ് ലവണങ്ങൾ എന്താ ഉണ്ടാവുന്നത്? നൈട്രേറ്റ് സോൾട്സ് ഉണ്ടാവുന്നുണ്ട്. ഈ നൈട്രേറ്റ് സോൾട്സ് ആണ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ സസ്യങ്ങൾക്ക് പെട്ടെന്നൊന്നും നൈട്രജന് കിട്ടില്ല അല്ലെ? അതിന് എന്തൊക്കെ വേണം? ഇടിമിന്നൽ വേണം, മഴ വേണം, അങ്ങനെ കുറെ കാര്യങ്ങൾ വേണം അല്ലെ? അപ്പൊ ഈ സ്റ്റെപ്പ് ഒക്കെ നന്നായി പഠിച്ചു പോവുക കേട്ടോ. നൈട്രിക് ആസിഡ് നമ്മുടെ മണ്ണിലെ മിനറൽസും ധാതുക്കളും ആയിട്ട് പ്രവർത്തിച്ചിട്ട് നൈട്രേറ്റ് ലവണങ്ങൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ നൈട്രേറ്റ് സോൾട്സ് ആണ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. അപ്പൊ നൈട്രജൻ ചെടികൾക്ക് ലഭ്യമാവുന്ന ഒരു രീതി നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ്? ഇടിമിന്നലിലൂടെ അല്ലെ? ഇനി രണ്ടാമത്തെ രീതിയാണ് നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ, ത്രൂ നൈട്രജൻ ഫിക്സേഷൻ. അതെങ്ങനെയാണ് നടക്കുന്നത്? നമ്മുടെ പയർ വർഗത്തിൽപ്പെട്ട ചെടികളിലെ വേരുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലെയാണ് ഇരിക്കുക. അപ്പൊ ഈ വേരുകളില് റൈസോബിയം എന്ന പേരുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്. റൈസോബിയം ബാക്ടീരിയ. ആ ബാക്ടീരിയക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്ത്? അന്തരീക്ഷത്തിൽ നൈട്രജൻ ഉണ്ട് അല്ലെ? N2 ആയിട്ട് നൈട്രജൻ ഇരിക്കുന്നുണ്ട്. ഈ നൈട്രജനെ ആഗിരണം ചെയ്ത് എന്ത് ആക്കി മാറ്റും? നമ്മുടെ സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലുള്ള സംയുക്തങ്ങളാക്കി മാറ്റുന്നുണ്ട്. അതായത് സംയുക്തങ്ങൾ എന്ന് പറയുമ്പോൾ കോമ്പൗണ്ട്സ് ആക്കി മാറ്റുന്നുണ്ട്. എങ്ങനെ? ഇപ്പൊ മനസ്സിലായോ? നൈട്രജൻ സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ, നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പയർ വർഗത്തിൽപ്പെട്ട ചെടികൾ, ലെഗ്യുമിനസ് പ്ലാന്റ്സ് എന്ന് പറയും. ലെഗ്യുമിനസ് പ്ലാന്റ്സ് പയർ വർഗത്തിൽപ്പെട്ട ചെടികളാണ്. അപ്പൊ ഈ ചെടികളുടെ വേരുകളില് റൈസോബിയം എന്ന് പേരുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്. അപ്പൊ ഈ ബാക്ടീരിയക്ക് എന്ത് പ്രത്യേകതയുള്ളത്? നമ്മുടെ അന്തരീക്ഷത്തിലെ നൈട്രജനെ ഈ ബാക്ടീരിയ ആഗിരണം ചെയ്യും. എന്നിട്ട്
പ്ലാന്റ്സിന് വലിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള കോമ്പൗണ്ട്സ് ആക്കി മാറ്റുന്നു, സംയുക്തങ്ങളാക്കി മാറ്റുന്നു. അങ്ങനെ ആവുമ്പോൾ ഈ പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവയ്ക്ക് അന്തരീക്ഷത്തിലെ നൈട്രജന് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുന്നു. അപ്പൊ പെട്ടെന്ന് അങ്ങനെയുള്ള ചെടികൾക്ക് വളരാൻ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ സസ്യങ്ങൾക്ക് നമ്മുടെ അന്തരീക്ഷത്തിലെ നൈട്രജൻ ലഭ്യമാവുന്ന 2 രീതികൾ പറഞ്ഞു അല്ലെ. ഒന്ന് ഇടിമിന്നലിലൂടെയും 2 നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെയും. അടുത്തതായിട്ട് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ കൂടിയ അളവിൽ ലഭിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഏതെല്ലാം? നമ്മൾ പറഞ്ഞു സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ് നൈട്രജൻ എന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ പൊട്ടാസ്യം ഫോസ്ഫറസ്, പൊട്ടാസ്യം അതൊക്കെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളാണ്. അപ്പൊ ഇതൊക്കെ കൂടിയ അളവിൽ, അതായത് സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ കിട്ടണം. എന്നാലാണ് പ്ലാന്റ്സ് ഒക്കെ നന്നായി ഗ്രോ ചെയ്യുള്ളൂ അല്ലെ. ഇപ്പൊ നമ്മൾക്ക് ഈ ഇടിമിന്നലും മഴയൊന്നും എപ്പോഴും ഉണ്ടാവുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. അപ്പം പ്ലാന്റ്സിന് എപ്പോഴും വളരണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വളർച്ചയ്ക്ക്, ഇപ്പൊ കൃഷിക്കൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങള് കൃത്യമായിട്ട് കിട്ടിയാൽ മാത്രമേ നല്ല വിളവ് കിട്ടുള്ളൂ. അപ്പൊ അതിന് ലഭിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാം? ഒന്ന് ജൈവവള പ്രയോഗം. ജൈവവളങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് രാസവള പ്രയോഗം. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ആവശ്യമായ അളവില് ഈ മൂലകങ്ങൾ ലഭ്യമാക്കുന്ന 2 രീതികളാണുള്ളത്. ജൈവവള പ്രയോഗവും രാസവള പ്രയോഗവും. ജൈവവളങ്ങളെ കുറിച്ചും രാസവളങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ അല്ലെ. അപ്പം ഇതിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 144 അവയുടെ കുറച്ച് മേന്മകളും പോരായ്മകളും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്കുള്ള അറിവ് വെച്ചിട്ട് നമുക്ക് കുറച്ച് പോയിന്റ്സ് എഴുതി നോക്കാം. അപ്പം ജൈവവളങ്ങളുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ പ്രകൃതിക്ക് അവ ദോഷം ചെയ്യുന്നില്ല അല്ലെ. അതായത് നമുക്ക് പറയാം അത് എക്കോ ഫ്രണ്ട്ലി ആണെന്ന് പറയാം. അതായത് പ്രകൃതി സൗഹൃദമാണ് ജൈവവളങ്ങൾ. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് പ്രകൃതി സൗഹൃദമാണ്. നമ്മുടെ മണ്ണിനും നമ്മുടെ അന്തരീക്ഷത്തിനും ഒന്നും പൊല്യൂഷനോ വേറെ പ്രശ്നങ്ങളൊന്നും ചെയ്യുന്നില്ല ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. അടുത്തതായിട്ട് നമ്മുടെ മണ്ണിൽ ഇടുന്നത് കൊണ്ട്, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് നമ്മുടെ മണ്ണിൽ ഇടുന്നത് കൊണ്ട് നമ്മുടെ മണ്ണിന് പ്രത്യേകിച്ച് മാറ്റം, അതായത് ഒരു ദോഷമൊന്നും വരുന്നില്ല. അതായത് മണ്ണിന്റെ സ്വാഭാവികത നിലനിർത്തുന്നു. മെയിൻറ്റെയിൻ the original nature of soil. Original nature of soil. അതായത് നമ്മുടെ മണ്ണിന്റെ സ്വാഭാവികത നിലനിർത്തുന്നുണ്ട്. മണ്ണിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള pH അവിടെ ചേഞ്ച് ചെയ്യോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അടുത്തതായിട്ട് ഒരു ദോഷം അല്ലെങ്കിൽ ഒരു പോരായ്മ എന്ന് പറയാനുള്ളത് നമ്മുടെ പോഷകങ്ങൾ, അതായത് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പോഷകങ്ങളുണ്ട് അല്ലെ. അത് ശരിയായ അളവിൽ കിട്ടിക്കോളണമെന്നില്ല. നമ്മുടെ ജൈവവളം പ്രയോഗിക്കുമ്പോൾ ഇപ്പൊ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇതൊക്കെ വളരെ ആവശ്യമായിട്ടുള്ള മൂലകങ്ങളാണ്. അതെല്ലാതും ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ കിട്ടിക്കോളണം, കിട്ടി എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റില്ല. അതായത് പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിൽ കാലതാമസം നേരിടുന്നു. ഡിലേ ഇൻ മേക്കിംഗ് ന്യൂട്രിയൻസ് അവൈലബിൾ. ഡിലേ ഇൻ making nutrients available. അതായത് ന്യൂട്രിയൻസ് ചെടികൾക്ക് കിട്ടാനുള്ള ഒരു ഡിലേ ഉണ്ടാവുന്നു. ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് അത് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഇതൊക്കെ ഡീകമ്പോസ് ചെയ്തിട്ട് മണ്ണിലോട് അലിഞ്ഞ് ചേർന്നിട്ട് വേണം ചെടികൾക്ക് അതൊക്കെ വലിച്ചെടുക്കാൻ. അതിന് കുറച്ച് കാലതാമസം എടുക്കും. അതാണ് പറയുന്നത് പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിൽ കാലതാമസം നേരിടുന്നു ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. അടുത്തതായിട്ട് ഒരു മേന്മയാണ് നമ്മുടെ മണ്ണിൽ കുറെ സൂക്ഷ്മജീവികൾ ഉണ്ട് അല്ലെ. അവയ്ക്ക് ഒരു നാശം ഒന്നും സംഭവിക്കുന്നില്ല. അതായത് സൂക്ഷ്മജീവികളൊക്കെ അവർക്ക് നല്ല സ്വാഭാവികമായിട്ട് മണ്ണിൽ താമസിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം do not destroy മൈക്രോ ഓർഗാനിസംസ്. നമ്മുടെ മണ്ണിലുള്ള മൈക്രോ ഓർഗാനിസംസിനെയും അതായത് സൂക്ഷ്മജീവികളെ ഒന്നും നശിക്കുന്നില്ല ഇവയുടെ പ്രയോഗം കാരണം.
അടുത്തതായിട്ട് ഒരു പോരായ്മയാണ്, നമുക്ക് കൂടുതൽ അളവിൽ ഇപ്പൊ കുറച്ച് ഒരു മൂലകം, ഒരു പ്രത്യേക മൂലകം നമ്മൾ കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ചെടിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് കൂടുതൽ അളവിൽ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് നമുക്ക് ഇടേണ്ടി വരുന്നു. കൂടുതൽ അളവിൽ നമുക്ക് ഉപയോഗിച്ചാലാണ് കുറച്ചെങ്കിലും ആ ഒരു മൂലകം, അതിനാവശ്യമായിട്ടുള്ള മൂലകങ്ങൾ ലഭ്യമാവുന്നുള്ളൂ. അപ്പൊ നമുക്ക് മോർ ക്വാണ്ടിറ്റി ഈസ് നീഡഡ് എന്ന് പറയാം. മോർ ക്വാണ്ടിറ്റി ഈസ് നീഡഡ്. എന്താണ് മോർ ക്വാണ്ടിറ്റി വേണ്ടത്? ജൈവവളം അല്ലേ? ജൈവവളം കുറെ ഇട്ടാൽ മാത്രമാണ് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ലഭിക്കുള്ളൂ. കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. ഇനി അടുത്തതായിട്ട് മലിനീകരണ സാധ്യത കുറയും. നമ്മുടെ മണ്ണിനെയും അന്തരീക്ഷത്തിനെയും വെള്ളത്തിനെയും ഒന്നും മലിനപ്പെടുത്തുന്നില്ല അല്ലെ? വളരെ നല്ല കാര്യമാണ് അല്ലെ? മലിനീകരണം ഉണ്ടാവുന്നില്ല. അപ്പം റെഡ്യൂസ് പൊല്യൂഷൻ. മലിനീകരണ സാധ്യത കുറയ്ക്കുന്നു. ഇനി നമുക്ക് രാസവളങ്ങളുടെ കാര്യങ്ങൾ നോക്കിയാലോ. രാസവളങ്ങൾ എപ്പോഴാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്? എന്തിനു വേണ്ടിയിട്ടാണ് വളങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്? നമ്മൾ ജൈവവളത്തിൽ നിന്നും രാസവളത്തിലേക്ക് മാറാനുള്ള കാര്യം എന്താണ്? കൂടുതൽ വിളവ് ലഭിക്കുന്നത് കൊണ്ടാണ് അല്ലെ? അതായത് ഇൻക്രീസ് ക്രോപ്പ് yield. ഇൻക്രീസ് ക്രോപ്പ് yield. കൂടുതൽ വിളവ് ലഭിക്കുന്നു. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അതൊരു മേന്മയാണ് അല്ലെ? ജൈവവളത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു മേന്മയാണ്. അതേപോലെ തന്നെ they are easily available. അതായത് ലഭ്യത കൂടുതലാണ്. നമുക്ക് രാസവളങ്ങള് കടകളിൽ നിന്ന് ഈസി ആയിട്ട് ലഭിക്കുന്നുണ്ട് അല്ലെ? നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെയാണോ ജൈവവളം? അല്ല അല്ലെ? ജൈവവളം നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് കുറെ കാലതാമസം പിടിക്കും. പിന്നെ അത് വളരെ ഉയർന്ന അളവിൽ വേണ്ടിവരും ചെയ്യും. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് ലഭ്യമാവാൻ ബുദ്ധിമുട്ടാണ് ജൈവവളം. പക്ഷെ രാസവളം they are easily available. Chemical fertilizers are easily available. ഇനി 3 പോഷക ഘടകങ്ങളും വേഗത്തിൽ ലഭിക്കുന്നുണ്ട്. അതായത് 3 പോഷക ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? NPK. എന്താ NPK എന്ന് പറഞ്ഞാൽ? N എന്ന് പറഞ്ഞാൽ നൈട്രജൻ, P ഫോസ്ഫറസ്, K പൊട്ടാസ്യം. അപ്പം ക്വിക്ക് സപ്ലൈ ഓഫ് NPK. 3 പോഷക ഘടകങ്ങളും വേഗത്തിൽ ലഭിക്കുന്നു. അതായത് നമ്മൾ രാസവളം ഇട്ട് കഴിഞ്ഞാൽ രാസവളങ്ങളിൽ മൂലകങ്ങള് വളരെ കൂടിയ അളവിലുണ്ട്. അത് പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് രാസവളങ്ങളിൽ അത് ഉള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ സാധിക്കുന്നു. ക്വിക്ക് സപ്ലൈ ഓഫ് NPK. 4മതായിട്ട് ഒരു പോരായ്മയാണ് കേട്ടോ. മണ്ണിന്റെ ജൈവഘടനയിൽ മാറ്റം വരുത്തുന്നുണ്ട് അല്ലെ? നമ്മുടെ മണ്ണിന് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഘടന ഉണ്ട്. അതിൽ മാറ്റം വരുത്തുന്നുണ്ട് ആര്? രാസവളങ്ങള്. they change the organic structure. Organic structure of the soil. മണ്ണിന്റെ ജൈവഘടനയിൽ മാറ്റം വരുത്തുന്നുണ്ട് രാസവളങ്ങൾ. പിന്നെ അതേപോലെ തന്നെ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ മണ്ണിന്റെ അസിഡിറ്റി കൂടും. they increase the acidity of the soil. മണ്ണിന്റെ അമ്ലത വർദ്ധിക്കുന്നു. അസിഡിറ്റി കൂടിയാൽ അത് മണ്ണിന് ദോഷകരമായിരിക്കും, ചെടികൾക്കും ദോഷകരമായിരിക്കും. അപ്പം അസിഡിറ്റി കൂടുമ്പോൾ രാസവളം ഉപയോഗിക്കുമ്പോൾ മണ്ണിന്റെ അസിഡിറ്റി കൂടുന്നു. അടുത്തതായിട്ട് മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? രാസവളങ്ങൾ നമ്മുടെ മണ്ണിൽ കുറെ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ മണ്ണിലൂടെ അത് വെള്ളത്തിലേക്കും നമ്മുടെ ഭക്ഷണത്തിലേക്കും ഒക്കെ എത്തുന്നു അല്ലെ? നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ ദോഷം ചെയ്യുന്നു. നമ്മുടെ പ്രകൃതിയിലെ വേറെ ജീവികളെയൊക്കെ വളരെ ദോഷം ചെയ്യുന്നുണ്ട് രാസവളങ്ങൾ. അപ്പൊ മലിനീകരണം they causes pollution. മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട് രാസവളങ്ങള്. ഓക്കെ, അപ്പൊ ഈ ഒരു ടേബിൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ? അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് നൈട്രജന്റെ ഭൗതിക ഗുണങ്ങളാണ് കേട്ടോ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്.
ആദ്യമായിട്ട് നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ് നൈട്രജൻ. അതായത് നോ കളർ ഓർ സ്മെൽ. കളറും സ്മെല്ലും ഇല്ല അല്ലെ, നിറമോ മണമോ ഇല്ല. നിങ്ങളുടെ ടെക്സ്റ്റിൽ കളർലെസ് ഓർഡർലെസ് ഗ്യാസ് എന്നാണ് പറഞ്ഞത്. ഓർഡർലെസ് എന്ന് പറഞ്ഞാൽ എന്താ, മണമില്ല. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്മെൽ എന്ന് എഴുതിയത് കേട്ടോ. അപ്പം നോ കളർ ഓർ സ്മെൽ. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ജലത്തിൽ വളരെ കുറച്ച് മാത്രമേ ലയിക്കുന്നുള്ളൂ. സോലിബിലിറ്റി ഇൻ വാട്ടർ ഈസ് ലെസ്, വെരി ലെസ് അല്ലെ. നമ്മൾ ജലത്തിൽ വളരെ കുറച്ച് മാത്രമാണ് നൈട്രജൻ ലയിക്കുന്നുള്ളൂ. അടുത്തതായിട്ട് ദ്രവീകരിക്കാൻ പ്രയാസമാണ്. ദേ ആർ ഡിഫിക്കൾട്ട്. നൈട്രജൻ ഗ്യാസ് ഈസ് ഡിഫിക്കൾട്ട് ടു ലിക്വിഫൈ. നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ, അതായത് നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാര്യത്തിൽ ഡ്രൈ ഐസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കുറച്ച് പ്രോപ്പർട്ടീസിൽ ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈ ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡ്രൈ ഐസ്. അതായത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിന് ഉയർന്ന മർദ്ദത്തിൽ ആണ് ഇതിന് സോളിഡ് ആക്കി മാറ്റുന്നത്. പക്ഷേ അതുപോലെ നമുക്ക് എന്താണ് നൈട്രജനെ ഇതുപോലെ ഹൈ പ്രഷറിൽ ലിക്വിഡ് ആക്കി മാറ്റാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം അപ്പൊ 3 പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തൊക്കെയായിരുന്നു? നോ കളർ ഓർ സ്മെൽ, അതായത് എന്താ നൈട്രജന് നിറമോ മണമോ ഇല്ല. നമ്മുടെ അന്തരീക്ഷത്തിൽ നമുക്ക് ചിന്തിച്ചാൽ പറയാൻ പറ്റും അല്ലെ. അന്തരീക്ഷത്തിൽ നൈട്രജൻ ഉണ്ട്, പക്ഷെ നമുക്ക് കളർ കാരണം കാണാനോ സ്മെൽ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. അടുത്തതായിട്ട് വെള്ളത്തിൽ സോളിബിലിറ്റി വളരെ കുറവാണ്, വെള്ളത്തിൽ വളരെ കുറച്ച് മാത്രമേ ലയിക്കുള്ളൂ. പിന്നെ ഡിഫിക്കൾട്ട് ടു ലിക്വിഫൈ, നമുക്ക് ദ്രവീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നൈട്രജന്. ഓക്കെ, അടുത്തത് നൈട്രജന്റെ ഉപയോഗങ്ങളാണ് കേട്ടോ പറയുന്നത്. കുറച്ച് ഉപയോഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട് അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ നൈട്രജൻ ഉപയോഗിക്കും. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കും. അമോണിയ എന്ന് പറഞ്ഞാൽ NH3 ആണ് കേട്ടോ. ഇവിടെ നൈട്രജൻ ഉണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കാം. അപ്പൊ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിൽ, അമോണിയ നമ്മൾ വളമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് കേട്ടോ. വളങ്ങളിൽ, രാസവളങ്ങളിൽ നമ്മൾ അമോണിയ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിന് നമ്മൾ നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന്, ഫോർ നൈട്രോജീനിയസ് ഫെർട്ടിലൈസേഴ്സ്. നൈട്രോജീനിയസ് ഫെർട്ടിലൈസേഴ്സ്. എന്താ നൈട്രോജീനിയസ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ? നൈട്രജൻ അടങ്ങിയ വളങ്ങൾ. നൈട്രജൻ അടങ്ങിയ വളങ്ങളെ നമ്മൾ എന്ത് പറയും? നൈട്രോജീനിയസ് ഫെർട്ടിലൈസേഴ്സ്. അപ്പൊ നൈട്രജൻ അടങ്ങിയ വളങ്ങളുടെ നിർമ്മാണത്തിന്, നൈട്രോജീനിയസ് ഫെർട്ടിലൈസേഴ്സിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ നൈട്രജൻ ഉപയോഗിക്കുന്നു. അടുത്തത് ദ്രവീകരിച്ച നൈട്രജൻ ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നു. അതായത് ലിക്വിഫൈഡ് നൈട്രജൻ. ലിക്വിഫൈഡ് nitrogen is used as refrigerant. ലിക്വിഫൈഡ് നൈട്രജൻ, ദ്രവീകരിച്ച നൈട്രജനെ നമ്മൾ ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ഒരു ഉപയോഗം എന്ന് പറയുന്നത് വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്നതിന്. നമ്മുടെ വെഹിക്കിൾ ടയേഴ്സിലൊക്കെ നൈട്രജൻ എന്താണ് നിറയ്ക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? നമ്മൾ ടയറിൽ സാധാരണ എയറാണ് നിറയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ടയർ ഇങ്ങനെ കുറേ നേരം നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ടയർ ചൂടാവും അല്ലെ. നമുക്കറിയാം വാതകങ്ങൾ ചൂടാവുമ്പോൾ അവ എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ ഇതുപോലെ ചൂടാവുമ്പോൾ ഇതിനകത്തെ എയർ എക്സ്പാൻഡ് ചെയ്തിട്ട് ടയർ പൊട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ നൈട്രജന് അങ്ങനെ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഇല്ല. അതുകൊണ്ടാണ് വെഹിക്കിൾ ടയേഴ്സിൽ നമ്മൾ നൈട്രജൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ നൈട്രജൻ സാധാരണ പമ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും, എയർ നിറയ്ക്കുന്നത് അവിടെ നൈട്രജൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഉപയോഗം എന്ന് പറയുന്നത് ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിന്. ടു റെഡ്യൂസ് ദ amount of oxygen in food packets. ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ.
ലേസ് ഒക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ എയർ നിറച്ച് വെച്ചേർക്കാണെന്ന്. നമ്മളെ പറ്റിക്കാനല്ല ആക്ച്വലി അതില് ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിനാണ് കേട്ടോ. അതിനകത്ത് എയർ അല്ല നിറച്ചിരിക്കുന്നത്, നൈട്രജൻ ഗ്യാസ് ആണ് കേട്ടോ. നൈട്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എണ്ണ പലഹാരങ്ങളും ഇതുപോലത്തെ സ്നാക്സ് ഒക്കെ നമ്മൾ വായുവായിട്ട് എപ്പോഴും ഓക്സിജനായിട്ട് കോണ്ടാക്ട് ആയി നിന്ന് കഴിഞ്ഞാൽ അതിലെ എണ്ണയുടെ ടേസ്റ്റ് ഒക്കെ മാറും. അപ്പൊ ആ ഒരു മാറ്റം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കിയിട്ട് നൈട്രജൻ നിറച്ച് വെക്കുന്നത് കേട്ടോ. അത് പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്തിന് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷെ ആക്ച്വലി ഈ വക ഫുഡ് നല്ലതല്ല അല്ലെ? അത് നമുക്കറിയാലോ. അപ്പോ നമ്മൾ നൈട്രജനെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ? അതൊക്കെ നമ്മൾ പോയിന്റ് വൈസ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് പഠിച്ച് പോവുക. വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? നമ്മൾ കുറച്ച് നമുക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ്സിൽ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ പ്ലാന്റ്സിന് എങ്ങനെ അവൈലബിൾ ആവുന്നു എന്നുള്ളതൊക്കെ. മറ്റേ ഇടിമിന്നൽ വരുന്നതും പിന്നെ നൈട്രജൻ സ്ഥിരീകരണവും അതൊക്കെ ഒന്നും കൂടി നിങ്ങൾ ആ ഇക്വേഷൻസ് ഒക്കെ എഴുതിയിട്ട് അങ്ങനെ പഠിക്കുക കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓക്സിജനെ പറ്റിയിട്ടും ക്ലോറിനെ പറ്റിയിട്ടും ഒക്കെ പഠിക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ ടോപ്പിക്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, താങ്ക് യു.